ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്ന ഒരു പ്രയോഗമാണ് മക്കൾ രാഷ്ട്രീയം എന്നത്. അത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും കോൺഗ്രസ് ആയിരുന്നു അത്തരത്തിൽ ഒരു വിമർശനം നേരിട്ടുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ട്. എന്നാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനോടാണ് ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കാൻ പറ്റുന്നത്. വർത്തമാനകാല രാഷ്ട്രീയത്തിലെ നേതാക്കളുടെ പട്ടിക പരിശോധിച്ചാൽ പോലും അവിടെ മക്കൾ രാഷ്ട്രീയത്തെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവരൊക്കെ രാഷ്ട്രീയമായി ചെറുപ്പത്തിൽ തന്നെ വളരെ സജീവമായിരുന്നു ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് എന്നത് നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ പേർ കടന്നു വരുന്നോ എന്ന സംശയം ആണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പേർ കൂടി ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതായി വരികയാണ്. അത് ടി.എം. ജേക്കബിന്റെ മകൾ രാഷ്ട്രീയത്തിലേക്ക് എന്നതാണ്. ടി.എം. ജേക്കബിന്റെ മകൾ അമ്പിളി ജേക്കബ് UDFന്റെ സ്ഥാനാർത്ഥിയായേക്കും എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമ്പിളി ജേക്കബിനെ കോതമംഗലത്ത് മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച ആലോചനകൾ നടക്കുന്നു എന്നതാണ് വിവരം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അമ്പിളിയുമായി ചർച്ച നടത്തി എന്നാണ് സൂചന. അമ്പിളിയുടെ സഹോദരൻ നിലവിൽ MLA ആണ്, പിറവം MLA ആയിട്ടുള്ള അനൂപ് ജേക്കബ്. അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അനൂപ് ജേക്കബ് MLA ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാകും. ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്ക് അമ്പിളി ജേക്കബ് കടന്നു വരുന്നു എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ടോം ആണ് ചേരുന്നത്. ടോം, നേരത്തെ തന്നെ ഉയർന്നു കേട്ടിട്ടുള്ള ഒരു പേരാണ് അമ്പിളിയുടേത്, പ്രത്യേകിച്ച് ടി.എം. ജേക്കബിന്റെ നിര്യാണം. അതിനുശേഷം ആരായിരിക്കണം പിറവത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വലിയ കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ടി.എം. ജേക്കബിന്റെ പത്നിയുടെ പേര് ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം മകളുടെ പേര് രംഗത്തേക്ക് വന്നിരുന്നു, ഒപ്പം മകൻ. അതിൽ ഏറ്റവും ഒടുവിൽ അനൂപ് ജേക്കബ് സ്ഥാനാർത്ഥിയായി വരികയും അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അത് തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴിതാ ഈ അമ്പിളിയുടെ പേര് കൂടി വരുന്നു. അതാകട്ടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മത്സരിക്കുന്നു എന്നാണ്, മത്സരിക്കാനുള്ള സാധ്യതകളാണ് തേടുന്നത് എന്നതാണല്ലോ. എന്തുകൊണ്ടാണ് ജോസഫ് വിഭാഗം അമ്പിളിയെ പരിഗണിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസിൽ മക്കൾ രാഷ്ട്രീയം അത്ര പുതുമയുള്ള കാര്യമല്ല. കാരണം കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായിരുന്ന KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ്, KM മാണിയുടെ മകൻ ജോസ് കെ മാണി, PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ്, ബാലകൃഷ്ണയുടെ മകൻ ഗണേഷ് കുമാർ, അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടി.എം. ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ പാർട്ടിയുടെ നേതൃപദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അവരുടെ പിതാക്കന്മാർ തുടങ്ങി വെച്ച രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം പിന്തുടർന്നു വന്നിരുന്നത് ചരിത്രമാണ്. പക്ഷേ ആദ്യമായിട്ടാണ് കേരള കോൺഗ്രസിലേക്ക് ഒരു മകൾ, അതായത് ഒരു നേതാവിന്റെ മകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പിറവത്ത് ടി.എം. ജേക്കബിന്റെ നിര്യാണത്തിന് ശേഷം അനൂപ് ജേക്കബിന്റെ പേരിനൊപ്പം തന്നെ ഉയർന്നു കേട്ട പേരായിരുന്നു അമ്പിളി ജേക്കബ്. അതായത് അമ്പിളി ജേക്കബ് ടി.എം. ജേക്കബിന്റെ പിൻഗാമിയായി വരുമെന്നത്. പക്ഷെ അന്ന് അനൂപ് ജേക്കബ് മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു, പിന്നീട് മന്ത്രിയാകുന്നു. അതാണ് ചരിത്രം. പക്ഷേ ഇത്തവണ അതായത് കോതമംഗലത്താണ് അമ്പിളി ജേക്കബിനെ UDF പരിഗണിക്കുന്നത്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പരിഗണിക്കുന്നത്. അതിനു പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ഒരു കാലത്ത് ടി.എം. ജേക്കബിന്റെ രാഷ്ട്രീയ തട്ടകമായിരുന്നു കോതമംഗലം. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 1977 ആദ്യമായി പിറവത്തു നിന്നും ജയിച്ച് MLA ആകുന്നത്. പക്ഷേ 80 അദ്ദേഹം കോതമംഗലത്ത് സ്ഥാനാർത്ഥിയാകുന്നു. 80, 82 അതിനുശേഷം തുടർച്ചയായി 3 തവണ കോതമംഗലത്തെ പ്രതിനിധീകരിച്ചു. അവിടെ പിന്നീട് അദ്ദേഹം മന്ത്രിയാകുന്നു. ഇതെല്ലാം കോതമംഗലത്ത്, അതായത് UDFന്റെ രാഷ്ട്രീയ തട്ടകമാണ് കോതമംഗലം. 3 തവണ മാത്രമാണ് ഇടതുപക്ഷത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 തവണ തുടർച്ചയായി UDFന്, അതായത് UDFന്റെ ശക്തി കേന്ദ്രത്തിൽ പരാജയപ്പെട്ട സ്ഥലം, മണ്ഡലം കോതമംഗലം ഇത്തവണ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് അമ്പിളി ജേക്കബ് എന്ന ടി.എം. ജേക്കബിന്റെ, അതായത് കേരള കോൺഗ്രസിന്റെ കരുത്തനായിരുന്ന ടി.എം. ജേക്കബിന്റെ മകളെ രാഷ്ട്രീയത്തിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ തന്നെ അതായത് അനൂപ് ജേക്കബ് എന്തുകൊണ്ട് അനൂപ് ജേക്കബിന്റെ പാർട്ടിയിലേക്ക് അമ്പിളി ജേക്കബ് പോയില്ല എന്നൊരു കേരള കോൺഗ്രസിന്റെ ഒരു മക്കൾ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കേണ്ടത് അവിടെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്നാൽ അതിൽ നമുക്കൊരു അത്ഭുതമോ കൗതുകമോ തോന്നേണ്ടതില്ല. പ്രത്യേകിച്ച് ജോണി നെല്ലൂരൊക്കെ ആയിരുന്നു പിന്നീട് സജീവമായി അനൂപ് ജേക്കബിനോടൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ ജോണി നെല്ലൂരും പിന്നീട് തട്ടകം മാറ്റുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ PJ ജോസഫ് വിഭാഗം അമ്പിളിയെ സമീപിക്കുന്നത് ടോം?
തീർച്ചയായും അതാണ് ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യം അഭിലാഷ്. കാരണം ഒരേ സമയം മകനും മകളും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, സഹോദരിയും സഹോദരനും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും മറ്റണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അനൂപ് ജേക്കബ് ഒരിക്കലും തൻ്റെ സഹോദരി രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. കാരണം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് സമാനമായ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച ആളാണ് ചാണ്ടി ഉമ്മൻ. കാരണം ചാണ്ടി ഉമ്മന്റെ സഹോദരിമാർ അച്ചുവും മറിയവും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, ഇത്തവണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന ഒരു ചർച്ചകൾ വന്നപ്പോൾ തന്നെ, വാർത്തകൾ വന്നപ്പോൾ തന്നെ ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മാത്രമേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാകൂ എന്ന്. സമാനമായൊരു നിലപാട് തന്നെയായിരിക്കും ഒരു പക്ഷേ അനൂപ് ജേക്കബിന് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല അതൊരു ഒരൊറ്റ MLA മാത്രമുള്ള പാർട്ടിയാണ്. UDF പിറവം സീറ്റ് മാത്രമാണ് അനൂപ് ജേക്കബിന് കൊടുക്കാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് മറ്റ് സീറ്റുകളിലേക്ക് ഒരുപക്ഷെ രണ്ടുപേരും ഒരു സഹോദരനും സഹോദരിയും മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി അമ്പിളി ജേക്കബ് UDFനൊപ്പം നിന്ന്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അവർ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. KSCയുടെ പ്രതിനിധിയായി, പ്രവർത്തകയായി, നേതൃതലത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം കുറേ നാളുകളായി രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ സാമൂഹ്യ രംഗത്ത് സജീവമാണ്. അതിനിടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പല മണ്ഡലങ്ങളിലും പല പ്രദേശങ്ങളിലും അമ്പിളി ജേക്കബ് പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. അതൊരു സൂചനയായിരുന്നു. കാരണം ഇത്തവണ അമ്പിളി ജേക്കബിനെ അതുകൊണ്ട് തന്നെയാണ് കോതമംഗലത്ത് പരിഗണിക്കുന്നത്. കാരണം അത് TM ജേക്കബിന്റെ പാരമ്പര്യമുണ്ട്. TM ജേക്കബ് നേരത്തെ പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ്. മാത്രമല്ല കഴിഞ്ഞ തുടർച്ചയായി 2 തവണ CPMന്റെ പ്രതിനിധിയായി ആന്റണി ജോൺ അവിടെ തുടർച്ചയായി ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്. ഇത്തവണ അവിടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു അത്യാവശ്യ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ തന്നെ രംഗത്തിറക്കണം. അതൊരു പുതുമുഖമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല യാക്കോബായ സഭയ്ക്ക് സാമാന്യ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് യാക്കോബായ സഭയിൽപ്പെട്ട അമ്പിളി ജേക്കബിനെ അവിടെ പരീക്ഷിക്കുന്നതും. മാത്രമല്ല കഴിഞ്ഞ തവണ മത്സരിച്ച ഷിബു തെക്കുംപുറം കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു, പരാജയപ്പെട്ടു. ഇത്തവണ ഷിബു തെക്കുംപുറത്തിന്റെ പേര് ഉണ്ടെങ്കിൽ പോലും ജയസാധ്യത അതിനേക്കാൾ കൂടുതൽ, അതായത് ഷിബു തെക്കുംപുറവും അതോടൊപ്പം നിലവിലെ MLA ആയിട്ടുള്ള സിറ്റിംഗ് MLA ആയിട്ടുള്ള ആന്റണി ജോണും തമ്മിലാണ് മത്സരമെങ്കിൽ ആന്റണി ജോണിന് നേരിയൊരു മുൻതൂക്കമുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ അമ്പിളി ജേക്കബ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ ചിത്രം മാറും, ശക്തമായ മത്സരം വരും. UDFന് ഇത്തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുമുണ്ട്. യെസ്, ഇവിടെ ടോം, നമുക്ക് ഒരു കാര്യം കൂടി ഇപ്പോൾ ടോം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കോതമംഗലത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, അവിടുത്തെ മതസാമുദായിക ഇക്വേഷൻ ടോം പറഞ്ഞു കഴിഞ്ഞ സാഹചര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ, അവിടെ ആന്റണി ജോൺ വിജയിച്ച് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.